ഷിപ്പിംഗ് കമ്പനിക്ക് ഒരാളെ കണക്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് പോർട്സ് ഇഷ്ടം പോലെയാണ്. ഇപ്പൊ എന്റെ തന്നെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള് പെർ മന്ത് 100 MB മാത്രമായിരുന്നു ഇന്റർനെറ്റ്. അപ്പൊ എന്നെയൊക്കെ ഹാർഡ് ഹിറ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. ഹായ് ഓൾ, വെൽക്കം ടു ദ ചാനൽ. എൻ്റെ പേര് മിഥുൻ. അപ്പോൾ ETO ആയിട്ട് അഥവാ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായി മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് സെഷൻ്റെ 3rd വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, എന്താണ് ഇവിടുത്തെ സാലറി? മിക്കവർക്കും അറിയായിരിക്കും, ഒരു ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ടാവും. എന്നാലും ഞാനൊരു ETO പെർസ്പെക്റ്റീവിൽ, ഇലക്ട്രിക്കൽ ഓഫീസർ പെർസ്പെക്റ്റീവിലുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഷിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 20 മുതൽ 24 അല്ലെങ്കിൽ 25 വരെ ആൾക്കാർ പല ഷിപ്പിൽ ഉണ്ടാവും. പല ഷിപ്പ് ടൈപ്പിനനുസരിച്ചിട്ട് ആൾക്കാരുടെ എണ്ണം മാറി മറിഞ്ഞു വരും. എന്നാൽ പോലും മറ്റേ ആവറേജ് ഒരു 21 പേരെ നമുക്ക് എടുക്കാം. ഷിപ്പിലുള്ള 21 പേര് 21 റാങ്കാണ്. എല്ലാവരുടെയും സാലറി സ്കെയിലും കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാനിവിടെ പറയുന്നത് ETO പെർസ്പെക്റ്റീവിലാണ്. അപ്പം ഞാനൊരു ETO, അപ്പോൾ ട്രെയിനിങ് ടൈം മുതൽ ഞാനിപ്പോൾ മനസ്സിൽ സീനിയർ ETO ആയതുവരെയുള്ള എൻ്റെ 7 ഇയർ സമയത്തുള്ള എൻ്റെ സാലറി, അത് എക്സാക്ട് നമ്പർ ആയിട്ടല്ല, അതും പല ഷിപ്പിനനുസരിച്ച് മാറും. ഞാൻ റേഞ്ച് വൈസ് പറഞ്ഞുതരാം. അപ്പം ആംഗ്ലോ ഈസ്റ്റേൺ ഷിപ്സിൽ നമ്മൾ ഫസ്റ്റ് ഷിപ്പിൽ പോകുന്ന സമയത്ത് ആസ് എ ട്രെയിനിങ് ETO നമുക്ക് അറൗണ്ട് $700 മുതൽ $800 അടുത്തായിട്ടാണ് നമ്മുടെ സാലറി വരിക. ഓക്കെ, ഫസ്റ്റ് ഷിപ്പാണ് പറയുന്നത്. അത് നാട്ടിലെ എമൗണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം ഇൻറ്റു 86. അപ്പം ഞാൻ അന്ന് 2018 ഞാൻ അവിടെ ട്രെയിനിങ് ആയിട്ട് കയറുന്ന സമയത്ത് എൻ്റെ സാലറി അറൗണ്ട് 55,000 ആണ് പെർ മന്ത് വരുന്നത്. അപ്പോൾ 6 മാസത്തെ കോൺട്രാക്റ്റിലായിരുന്നു ഞാൻ പോയത്. അപ്പോൾ അത് 1 മന്ത് പെർ മന്ത് 55,000 എന്ന് പറയുമ്പോൾ അത് അന്നത്തെ നിലയിൽ ഒരു നല്ല സാലറി ആയിരുന്നു. വളരെ നല്ലൊരു പാക്കേജ് ആയിരുന്നു അത്. അപ്പം ഞാൻ 2 ഷിപ്പാണ് ട്രെയിനിങ് ആയിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഷിപ്പിൽ നമ്മൾ ട്രെയിനിങ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി അറൗണ്ട് 1,100 മുതൽ $1,250 അടുത്തായിട്ടാണ്. അതിൻ്റെ ആ ഒരു റേഞ്ചിലാണ് വരിക. അപ്പം സാലറി പെർസ്പെക്റ്റീവിൽ ട്രെയിനിങ് ETOസിന് ഇതാണ്. ഇനി വൺസ് COC. അപ്പോൾ COC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി. നമ്മളൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് അവർ നടന്ന എക്സാമാണ്. അത് COC എക്സാം എന്ന് പറയും. അപ്പോൾ ആ എക്സാം നമ്മൾ വൺസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് ഹൈക്കാണ് നമുക്ക് വരുന്നത്. അതായത് 1,200 റേഞ്ചിൽ നമ്മളെ നിൽക്കുന്ന സാലറി ഒറ്റയടിക്ക് $4,000 മാറും. അപ്പോൾ നമ്മൾ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ചിലർക്ക് മേ ബി കുറച്ച് മാസങ്ങൾ മാത്രമേ വേണ്ടി വരുള്ളൂ. മേ ബി ഒരു 5-6 മാസം കൊണ്ട് തന്നെ എക്സാം ഒക്കെ ക്ലിയർ ചെയ്യും. ചിലർക്ക് അത് 1 ഇയർ, ചിലർക്ക് 1.5 ഇയർ. പക്ഷേ അതെപ്പോഴും പറയുന്നത് ഒരു മാറ്റർ ഓഫ് ടൈമാണ്. എങ്ങനെയാലും നമ്മൾ ആ എക്സാം ക്ലിയർ ആവും, എല്ലാവരും ക്ലിയർ ആവും. ചിലർ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ആവും, ചിലർ 2, 3, 4 അറ്റംപ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ വൺസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് ഹൈക്ക് സാലറിയിൽ വരും. അറൗണ്ട് $4,000 നമ്മുടെ പെർ മന്ത് സാലറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലെവൽ അങ്ങോട്ട് മാറും. ഓക്കെ, പിന്നെ സാലറി ഏത് വരെ പോകാം? അറൗണ്ട് $7,000 വരെ കാർഗോ ഷിപ്സിൽ പോകും. 7,000 പ്ലസ് മേ ബി 7,200 വരെയൊക്കെ പോകും ഗ്യാസ് ടാങ്കേഴ്സിൽ. അപ്പോൾ സാലറി ഒരു റേഞ്ച് നമ്മൾ പറയുകയെന്ന് വെച്ചാൽ ആഫ്റ്റർ COC എക്സാം, വൺസ് ആഫ്റ്റർ ഗെറ്റിംഗ് പ്രൊമോഷൻ, നമുക്ക് ഓരോ ഷിപ്പിലും നെക്സ്റ്റ് പോകും നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മുടെ സാലറിയിൽ ഹൈക്ക് ഉണ്ടായി വരും. ചെറിയ ഹൈക്ക്, ചെറുതോ വലുതോ ആയിട്ടുള്ള ഹൈക്ക് ഉണ്ടാവും. പിന്നെ ഷിപ്പ് ടൈപ്പിനനുസരിച്ച് ഇപ്പോൾ ബൾക്ക് കാരിയർ ടൈപ്പ് ഓഫ് വെസൽസിലുള്ള സെയിം സാലറി ആയിരിക്കില്ല ഒരു ഗ്യാസ് ടാങ്കറിൽ. അവിടെയുള്ള സാലറി ആയിരിക്കില്ല ഒരു കണ്ടെയ്നർ വെസലിൽ. അവിടെയുള്ള സാലറി ആയിരിക്കില്ല ഒരു പ്രൊഡക്റ്റ് ടാങ്കർ അല്ലെങ്കിൽ VLCC, വെരി ലാർജ് ക്രൂഡ് കാരിയർ. അപ്പോൾ എല്ലാ ഷിപ്സിലും ഡിഫറൻറ്റ് സാലറി ആയിരിക്കും, സാലറി സ്കെയിൽ ആയിരിക്കും. പക്ഷേ ആവറേജ് പറയുകയെന്ന് വെച്ചാൽ ഒരു 4,000 മുതൽ 7,500 വരെ നിങ്ങൾക്കൊരു മാനേജ്മെന്റ് കമ്പനീസിൽ കിട്ടും, കൂളായി കിട്ടും. ഇനി അതൊരു ഓണർഷിപ്പ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി ഫ്രം ഒരു $5,500 ടു $9,500 വരെ പോകും. അതൊരു ഓണർഷിപ്പ് കമ്പനി. അതായത് ഓണർഷിപ്പ് കമ്പനി ഈ 9,500 ഒക്കെ കിട്ടുന്നത് ഷെവറോൺ, ഷെല്ല് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ ബഹറി ഒക്കെ പോലെയുള്ള ടാങ്കേഴ്സിലൊക്കെയാണ് കിട്ടുന്നത്. എന്നാൽ പോലും അവിടെ ETO നമ്മുടെ റാങ്ക് തന്നെയാണ്, അതും കാർഗോ ഷിപ്സ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാലറി റേഞ്ച്. നമുക്ക് ആദ്യം നെഗറ്റീവ്സ് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് നെഗറ്റീവ്സ്? ആദ്യത്തെ പോയിന്റ്, വി ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ അവർ ഇൻകൺവീനിയൻസ്. നമ്മളിവിടെ സൗകര്യക്കുറവിനാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഓൺബോർഡാണ് ഉള്ളത്. മേ ബി ഒരു വോയേജ്, ഒരു 15 ദിവസത്തെ വോയേജ്. അപ്പോൾ ആ വോയേജിൽ മേ ബി ഒരു നടുക്കുള്ള ഒരു പോർഷനിൽ, കടലിൻ്റെ നടു പോർഷനിൽ എത്തിയ സമയത്തായിരിക്കും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും എമർജൻസി അല്ലെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. നമ്മൾ ആ ഷിപ്പ് നെക്സ്റ്റ് കൺവീനിയൻറ്റ് പോർട്ട് എത്തുന്നവരെ. ഇപ്പോൾ കൺവീനിയൻറ്റ് പോർട്ട് ഞാൻ പറഞ്ഞ കാരണം എന്താ, ഇപ്പം നമ്മുടെ ഷിപ്പ് ഒരു 10 ദിവസത്തിനുള്ള അടുത്ത പോർട്ടെന്ന് വിചാരിക്കും. ആ പോർട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വെസ്റ്റ് ആഫ്രിക്ക സൈഡിലുള്ള ഏതെങ്കിലും ഇപ്പം പൈറേറ്റ് ഏരിയയിലൊക്കെ വരുന്ന, അതായത് നമ്മുടെ ഷിപ്പിംഗ് കമ്പനിക്ക് ഒരാളെ കണക്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് പോർട്സ് ഇഷ്ടം പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോർട്ടിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ വിട്ടുപോയ സമയത്ത് ഞാൻ ഷിപ്പിലായിരുന്നു. ഈവൻ ആ സമയത്ത് ഞാൻ അറിഞ്ഞത് പോലും ഇല്ല. കാരണം എന്താ, അവിടെ സൗകര്യക്കുറവ് അറ്റ് ദ പീക്ക് ആയിരുന്നു. ആ ഷിപ്പിൽ പെർ മന്ത് 100 MB മാത്രമായിരുന്നു ഇന്റർനെറ്റ്. എൻ്റെ സെക്കൻഡ് ഷിപ്പിലായിരുന്നു ആ ഇൻസിഡന്റ് ഒക്കെ നടക്കുന്നത്. പെർ മന്ത് 100 MB. അത് തന്നെ ഞങ്ങൾ മെഗല്ലൻ സ്ട്രേറ്റ്, നമ്മുടെ അർജന്റീനയുടെ ഒക്കെ താഴെയുള്ള ഒരു മെഗല്ലൻ സ്ട്രേറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് ഫോർ അബൌട്ട് ഒരു 10 ദിവസം ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് പോലെയായിരുന്നു. ഞങ്ങൾക്ക് റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ്. ആ സമയത്തായിരുന്നു വീട്ടിൽ
ഒരു 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 ഇൻസിഡന്റ് നടന്നു. ഈവൻ ഞാനത് അറിയുന്നത് തന്നെ ആഫ്റ്റർ അബൌട്ട് 15 ഡേയ്സാണ് ഞാൻ അറിയുന്നത്. ഒരു തരത്തിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് കുറച്ച് അതായത് മെന്റലി നമുക്ക് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള പല സംഭവങ്ങളും വീട്ടിൽ നടക്കുമ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹെൽപ്ലെസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊരു 6 മാസത്തെ കോൺട്രാക്ട് ഒക്കെയാണ് ജനറലി, 5, 6 അല്ലെങ്കിൽ 7 ഓക്കെ. അപ്പോൾ ഞാൻ ETO റാങ്കിലാണ് പറയുന്നത്. 5 മുതൽ 7 മാസം വരെയുള്ള കോൺട്രാക്ട് ആണ് മിക്ക കമ്പനീസ്. അപ്പോൾ അത്രയും മാസം നമ്മൾ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ആയി, നമുക്ക് വേണ്ടപ്പെട്ട ആരും ഉണ്ടാവില്ല ഓൺ ബോർഡ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ആയി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കൊണ്ട് പറ്റണമെന്നില്ല. ഇപ്പം എക്സ്ട്രീം ഹോം സിക്നസ് ഒക്കെ അടിക്കുന്ന ടൈം ഉണ്ടാവും. അപ്പോൾ ഹോം സിക്നസ് ഒരു പോയിന്റാണ്. അടുത്ത പോയിന്റ് സീ സിക്നസ്, അതാണ് മെയിൻ. അപ്പോൾ എന്നെയൊക്കെ ഹാർഡ് ഹിറ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു അത്, സീ സിക്നസ്. ഇപ്പോൾ ഇതൊരു ഷിപ്പാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് വെള്ളത്തിലുള്ള, ഇത് ഫ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മോഷൻസ്, ഒരു സീ റഫ് ആണെങ്കിൽ ഇതിൽ റോളിങ്, പിച്ചിങ്, പിന്നെ ഹീവിങ്, സ്വയിങ്, ഇങ്ങനെ ഒരുപാട് ഡിഗ്രീസ് ഓഫ് മോഷൻ ഒരു ഷിപ്പിനുണ്ടാവും. സീ ഒരു കാം സീ ആണ്, ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷിപ്പ് സ്മൂത്ത് ആയി പോകും. പക്ഷെ വൺസ് ചെറിയ രീതിയിൽ ഒരു സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വന്ന്, ഒരു ഹൈ ടൈഡ് ഒക്കെ വന്ന്, അതായത് അങ്ങോട്ട് റഫാവും. അപ്പോൾ ഈ റഫാകുന്ന സമയത്ത് ഈ ഒരു ഷിപ്പിന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കുറച്ച് സമയത്തേക്കല്ല, ഇത് മണിക്കൂറുകളോ മേ ബി ദിവസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കാം. അപ്പോൾ ഇത് വർക്ക് അവറിന് മാത്രമല്ല, നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും, നമ്മൾ പല്ല് തേക്കുന്ന സമയത്തും, നമ്മൾ കുളിക്കുന്ന സമയത്തും, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും, എല്ലാ സമയത്തും ഇതിങ്ങനെ ഇളകി മറിഞ്ഞ് ഇങ്ങനെ കളിക്കും. അത് നമ്മുടെ തലയിൽ നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ ചിലർക്കൊന്നും ഇതൊരു വിഷയമായിരിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലർക്ക് എന്ന് പറയാൻ കാരണം, ഇപ്പം നമ്മുടെ ഈ അമ്പലപ്പറമ്പിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം വണ്ടർല ഇതേപോലത്തെ ഇങ്ങനത്തെ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജയന്റ് വീലിലോ നമ്മുടെ പല റൈഡുകളിലൊക്കെ കയറുമ്പോൾ ഒരു ബൗസറും ഇല്ലാതെ ഇരിക്കുന്ന ടീംസില്ലേ, അവർക്ക് ഇതൊരു വിഷയമല്ല. അങ്ങനത്തെ ടീമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സേഫാണ്. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നില്ല. എനിക്ക് ഇതൊക്കെ ഭയങ്കര സീനായിരുന്നു. അതായത് ഈ പറഞ്ഞ ഏത് റൈഡ് കയറി കഴിഞ്ഞാൽ ഞാൻ അവിടെ സൈഡാവും, ഇങ്ങനത്തെ ഒരു തന്നെ ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ ഒരു സീ സിക്നസ് ഹാർഡ് ഹിറ്റ് ചെയ്തൊരു സംഭവം. പക്ഷേ നമ്മൾ അതിനോട് യൂസ്ഡ് ടു ആവും. പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എന്നെയും കൂട്ടാൻ നല്ലൊരു ചീഫ് എഞ്ചിനീയറാണ്. എനിക്ക് ഒരു സീനിയർ ടീം നല്ല ആൾക്കാർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചെയ്ത എന്നെയും കൂട്ടി ഷിപ്പിന്റെ ഏറ്റവും ഫോർവേഡ് സൈഡിലേക്ക് പോയി നമ്മൾ. അപ്പം വളരെയധികം റഫ് ഒന്നും ആയിരുന്നില്ല, ചെറിയ രീതിയിലുള്ള റോളിംഗ് പിച്ചിങ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ഫോർവേഡിൽ പോയിട്ട് അങ്ങ് ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കാൻ പറഞ്ഞു, ഏറ്റവും എൻഡിലേക്ക്. അപ്പം അന്ന് നോക്കി നിൽക്കുന്ന സമയത്താണ് ആൾ പല ഉപദേശങ്ങളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇങ്ങനെയൊക്കെയാണ് ഈ ഫീൽഡ്, അപ്പം യു ഷുഡ് സർവൈവ്. അപ്പോൾ വൺസ് ഈ ഒരു കാര്യം, ഈ ഒരു ഘട്ടം നീ ഫോർവേഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, നീ ഒന്ന് നമ്മൾ സർവൈവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് ടൈം എഹെഡ്. ഇങ്ങനെ കുറേ അത്യാവശ്യം നല്ല മോട്ടിവേഷൻ. അപ്പോൾ ആ ഒരു സമയത്ത് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് വെച്ചാൽ വിത്തൗട്ട് എനി ബാക്ക്ഗ്രൗണ്ട് സോങ്, നമ്മൾ റീൽസ് കാണുന്ന പോലെ ഒരു ഇൻലെരിഞ്ഞു തുടങ്ങിയ തീക്കൽ ഈ സോങ് ഒന്നുമില്ല. പ്യുവർ എന്താണ് റോ ആയിട്ടുള്ള മോട്ടിവേഷൻ അവിടെ കിട്ടുന്നത്. അപ്പോൾ അതൊരു ഭയങ്കരമായ എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ മേ ബി എല്ലാവർക്കും ഇങ്ങനെ ഒരു പേസ് ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു തരുന്ന സീനിയേഴ്സ് ഷിപ്പിൽ കിട്ടണമെന്നില്ല. ബട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ഒരു വേർഡ് നിങ്ങൾ വൺസ് ഷിപ്പിൽ എത്തുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ഈ വേർഡ്സ് നിങ്ങൾക്ക് അന്നേരം റീകോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ഘട്ടം തരണം ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ്സ് പറയാനുള്ളത്. ബേസിക്കലി നെഗറ്റീവ്സ് ഒക്കെയും പറഞ്ഞു, ഇത്രയൊക്കെ തന്നെയാണുള്ളത്. പിന്നെ പോസിറ്റീവ്സ്. അപ്പോൾ പോസിറ്റീവ്സ് പറയാം. ആദ്യത്തത് സാലറി. ഞാൻ പറഞ്ഞു മേ ബി 2-3 ഇരട്ടി നമുക്ക് ഷോർട്ട് ജോബിൽ കിട്ടുന്നതിനേക്കാൾ 2-3 ഇരട്ടി ആയിട്ടുള്ള സാലറിയാണ് ശരി ജോബിൽ കിട്ടുക. രണ്ടാമത്തത് വെക്കേഷൻ നമുക്ക് ഒരു നോർമലി ബാക്കി ഷോർട്ട് ജോബ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ലെങ്തിയർ വെക്കേഷനാണ് കിട്ടുക. ഇപ്പം ഞങ്ങളുടെ കമ്പനിയിൽ 30 ദിവസം ഓൺ ബോർഡ് ഉള്ളതിന് 22 ദിവസം നമുക്ക് ലീവ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 6 മാസമാണ് കപ്പലിൽ നിന്നതെന്ന് വിചാരിക്കും. 6x22 അത്രയും ദിവസമാണ് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുക. അപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലീവ്. അതേസമയം ഇതൊക്കെ കമ്പനി ടു കമ്പനി ഡിഫറൻ്റ് ആണ്. ചില കമ്പനിയിൽ ടൈം ടു ടൈം, അതായത് ഫിക്സഡ് ആണ്. ഓൺ ബോർഡ് ഇത്ര മാസം നിൽക്കുക, നാട്ടിൽ ഇത്ര മാസം കറക്റ്റ് നിൽക്കുക. അപ്പം നെക്സ്റ്റ് അപ്പോൾ അതൊക്കെ കമ്പനി ടു കമ്പനി ഡിഫറൻ്റ് ആണ്. എന്നാൽ പോലും ഇവിടെ ഏറ്റവും ആവറേജ് 2.5 മാസം, 2.5, 3, 4 മാസമൊക്കെ നമുക്ക് ലീവ് കിട്ടും. എല്ലാ കമ്പനിയിലും കിട്ടും. അപ്പോൾ ഇതൊന്നും ഒരു ഷോർട്ട് ജോബിൽ എക്സ്പെക്ട് ചെയ്യണം. അപ്പം വൺസ് ലീവ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ, നമുക്ക് 0 ടെൻഷനാണ്. അതായത് നെക്സ്റ്റ് ഷിപ്പിലേക്കുള്ളതോ അല്ലെങ്കിൽ കഴിഞ്ഞ ഷിപ്പിൽ ചെയ്തതോ ആയ ഒന്നും നമ്മൾ ആലോചിക്കണ്ട. നമ്മൾ എൻ്റയർലി ഫ്രീ ആണ്. അപ്പം വീട്ടുകാരുടെ കൂടെയോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ആരുടെ കൂടെ നമ്മൾ കറങ്ങാൻ പോകുമ്പോഴും ഒന്നും നമുക്ക് അയ്യോ ഓഫീസിൽ പോയിട്ട് ഇന്നത് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് കോൾ വരുമല്ലോ, അല്ലെങ്കിൽ മെയിലിൽ ചെക്ക് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇന്ന റിപ്ലൈ കൊടുക്കണമല്ലോ, ഇതൊന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ. അത് ഒരു പോസിറ്റിവിറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് സീനിയർ ആവരുത്. ഇപ്പോൾ നമ്മളൊരു IT ഫീൽഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ജോബ്സോ ഒക്കെ നോക്കുക, നമുക്കൊരു സീനിയർ ഉണ്ടാവും. എങ്ങനെയാലും നമുക്കൊരു സീനിയർ ഉണ്ടാകുമ്പോൾ അവർ ഒരു പർട്ടിക്കുലർ കാലത്തേക്ക് നമ്മൾ ആ സെയിം ഫേസ് ആണ് കാണുന്നത്. ഇപ്പം നമ്മളൊരാളായിട്ട് നല്ല ടേംസിലെങ്കിലും ഓക്കെ ഫൈൻ, സ്മൂത്ത് ആയിട്ട് പോകും. എപ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ആ ടീമിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്കൊരു മേ ബി ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മേ ബി ഫോർ സം ഇയേഴ്സ് നമ്മൾ അവരെ കാണേണ്ടി വരും. നമുക്കൊരു ഓപ്ഷൻ ഒന്നുമില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ ഈ കമ്പനി മാറി പോവാത്തിടത്തോളം കാലം
നമ്മൾ ഇവരെ തന്നെ സഹിക്കേണ്ടിയൊക്കെ വരും. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ നത്തിങ് ഇസ് പെർമനൻറ്റ്. അതായത് എത്ര നല്ല ടീമാണെങ്കിലും എത്ര മോശം ടീമാണെങ്കിലും അവരെല്ലാവരും ഒരു പർട്ടിക്കുലർ ടൈം ഓഫ് ഒരു കോൺട്രാക്ട് പീരീഡ്, ആ ഒരു സമയത്തേക്ക് മാത്രമേ അവർ നമ്മുടെ കൂടെ ആ ഷിപ്പിലുള്ളൂ. അവരുടെ ആ ഒരു ടൈം, ആ മാസം കഴിഞ്ഞ് അവർ പോകും. പിന്നെ സെയിം ആളുടെ കൂടെ നമ്മൾ സെയിൽ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പോസിറ്റീവ്സും നെഗറ്റീവ്സിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നിലവിൽ അതൊക്കെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ജിയോ വന്നതുപോലെയാണ് നമ്മുടെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ സ്റ്റാർലിങ്ങും കാര്യങ്ങളൊക്കെ, ഇലോൺ മസ്കിന്റെ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റി ഒന്നും വലിയ ഇഷ്യൂ അല്ല. പിന്നെ ഒരു പോസിറ്റിവിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന പല രാജ്യങ്ങൾ കാണാൻ പറ്റുന്നത്, പക്ഷെ അത് കണ്ടീഷൻ ബേസ്ഡാണ്. അതായത് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഇൻഫ്ലുവൻസേഴ്സ്, സോക്കോൾഡ് ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്ന പോലെ നമുക്ക് എല്ലാ രാജ്യങ്ങളും അങ്ങനെ കയറി ഇറങ്ങി അങ്ങ് പോകാനൊന്നും പറ്റില്ല. നമ്മൾ ഓരോ രാജ്യത്തും ഈ ഷിപ്പ് പോകുമ്പോൾ ഇപ്പം ചിലതിലൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അർജന്റീന വൺസ് പോയപ്പോൾ ദൂരെ, കരയിൽ നിന്ന് ദൂരെ നമ്മൾ കണ്ടു മെസ്സിയിലൊക്കെ ഫോട്ടോ വെച്ച ബിൽഡിങ്സ്. അതാണ്, അത്രയേ ഉള്ളൂ. ദൂരെ അർജന്റീന നിൽക്കുന്നത്, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ആ പോർട്ടിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ എത്രയോ പോർട്ടുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ചില സമയങ്ങൾക്ക് നമുക്ക് ഇറങ്ങാനും പറ്റും. ഇപ്പം എൻ്റെ ലാസ്റ്റ് ഷിപ്പിൽ ഞങ്ങൾ ഡെൻക്രിക്ക് എന്ന് പറഞ്ഞ ഒരു പോർട്ടിൽ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ പാരീസ്, നമ്മുടെ ഐഫൽ ടവറും മൊണാലിസ ഒക്കെ, ലോവർ മ്യൂസിയം ഒക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേരെ ഡയറക്റ്റ് അങ്ങോട്ട് പോകുകയാണെങ്കിലുള്ള ഫ്ലൈറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വെരി എക്സ്പെൻസീവ് ആണ്. ഇത് നമ്മൾ ഫ്രീ ആയിട്ടാണ് ആ രാജ്യത്ത് പോകുന്നത്. പക്ഷേ ആ ഒരു പോർട്ടിന്റെ പരിധിയിൽ വരുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ അതിന് കണക്കായിട്ടുള്ള അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ആ നാടും ആ നാട്ടിലെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതൊരു പോസിറ്റീവായിട്ട് പറയാം. എന്ന് വെച്ചാൽ എല്ലാ പോർട്ടുകളും പറ്റില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടും പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പം എറൗണ്ട് ഏകദേശം എന്നോടിപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ചോദിക്കുന്ന പോയിന്റ്സ്. അതായത് എന്താണ് ഈ ഡിഒ, പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പിന്നെ ബേസിക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും കോഴ്സിൻ്റെ ഡ്യൂറേഷൻസും, പിന്നെ ഈ ജെൻഡർ ഇഷ്യൂസ്, പിന്നെ സാലറിയുടെ കാര്യങ്ങൾ, പിന്നെ കമ്പനീസ്, പിന്നെ അതുപോലെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ്. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് എപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഇപ്പോൾ എത്ര പേര് കണ്ട് ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ബേസിക്കലി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ ഉണ്ടായിരുന്നില്ല ആരും. ബേസിക്കലി ഞങ്ങൾ അന്ന് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തതൊക്കെ. അപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിക്കുന്നതാണ്, പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുക്കണം, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യും. ഇനി കുറേ പേര് സെയിം കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരും. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പേഴ്സണലൈസ് ആയിട്ട് ചോദിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. ഞാനങ്ങനെ ഒരു ഇൻഫ്ലുവൻസറോ കാര്യമൊന്നുമല്ല, ഒരു നോർമൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ്. ബട്ട് ഐ വിൽ ഹെൽപ്പ് എനിവേ. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ടേക്ക് കെയർ, ഗുഡ് ബൈ. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത സിമ്പിളായി കിട്ടാവുന്ന ഒരു കാര്യമാണിത്. വളരെ നല്ലൊരു ഡിസിഷൻ, ഞാൻ എൻ്റെ ലൈഫിലെടുത്ത വളരെ നല്ലൊരു ഡിസിഷനാണ് ഈ ടിഒ ആയിട്ട് മാറുക എന്നുള്ളത്. ഇപ്പം നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാർഗോന്ന് ക്രൂസിലേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ നോക്കുന്നത്. കാരണം അതിന് അതിൻ്റെതായ പോസിറ്റീവ്സ് അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ വൺസ് നിങ്ങൾ ഇതൊക്കെ കണ്ട് കേട്ട് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബേസിക്കലി അതാണ്. അപ്പം ഇത്രയും ഇരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടിരുന്നതിന് താങ്ക് യു. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് ബൈ. ഇനി എപ്പോഴേലും കാണാം. ഓക്കെ, ബൈ.